വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇവാലുവേഷൻ മൊഡ്യൂളിലെ MCQs നോക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് ടെസ്റ്റ്? ഏതാണ്? വാലിഡിറ്റി ആണ് ഉത്തരം. വിച്ച് ഇവാലുവേഷൻ ടൂൾ ഈസ് ബെസ്റ്റ് യൂസ്ഡ് ടു ട്രാക്ക് എ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ് ഓവർ ആൻ എൻറ്റയർ ടേം ത്രൂ എ കളക്ഷൻ ഓഫ് ദെയർ വർക്ക്? ഏത് ഇവാലുവേഷൻ ടൂൾ ആയിരിക്കും? പോർട്ട്ഫോളിയോ ആണ് അല്ലേ? നെക്സ്റ്റ് ചോദ്യം, what is the primary function of a diagnostic test? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ടു ഐഡൻറ്റിഫൈ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്രേഡിംഗ് വാട്ട് ഡിസ്റ്റിങ്വിഷസ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഫ്രം റിലേറ്റീവ് ഗ്രേഡിംഗ്? ഏതായിരിക്കും? ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് യൂസസ് പ്രീ സ്പെസിഫൈഡ് സ്റ്റാൻഡേർഡ്സ്. കുറച്ച് കൺഫ്യൂഷനാണ്, നന്നായി വായിച്ചു നോക്കണം. വിച്ച് ഓഫ് ദീസ് ഈസ് എ കീ കോമ്പോണൻറ്റ് ഓഫ് ആൻ ഇഫക്റ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് റെമഡിയേഷൻ മെക്കാനിസം? ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ ഫീഡ്ബാക്ക് കളക്ഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സോഷ്യോമെട്രി ഇൻ എ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്? ടു ഇവാലുവേറ്റ് സോഷ്യൽ പ്രിഫറൻസസ് ആൻഡ് റിലേഷൻഷിപ്സ്. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ടെർമിനൽ ഇവാലുവേഷൻ? പബ്ലിക് എക്സാമിനേഷൻ ആണ്. Then, what is the main advantage of using cumulative records? Cumulative റെക്കോർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ അലോ ഫോർ ഹിസ്റ്റോറിക്കൽ ട്രാക്കിംഗ് ഓഫ് സ്റ്റുഡൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് എ പേപ്പർ പെൻസിൽ ടെസ്റ്റ്? ഏതാണ്? സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണ്. 10ാമത്തെ ചോദ്യം, വൈ ആർ റേറ്റിംഗ് സ്കെയിൽസ് യൂസ്ഡ് ഇൻ ഇവാലുവേഷൻ? എന്തിനാണ്? ടു ജഡ്ജ് ദ ഡിഗ്രി ഓർ ഫ്രീക്വൻസി ഓഫ് എ ട്രേറ്റ്. ഒരു സ്വഭാവത്തിന് ഡിഗ്രി അല്ലെങ്കിൽ ഫ്രീക്വൻസി ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ടെസ്റ്റ് റെഫേഴ്സ് ടു ഇറ്റ്സ് എബിലിറ്റി ടു മെഷർ എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഇൻറ്റൻസ് ടു മെഷർ? ആൻസർ വാലിഡിറ്റി ആണ്. വാലിഡിറ്റി ഉത്തരമായിട്ട് വരുന്ന ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, വാലിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടെസ്റ്റ് വാട്ട് ഡസ് ഒബ്ജക്റ്റിവിറ്റി ഇംപ്ലൈ? ഒബ്ജക്റ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ദ റിസൾട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഗ്രേഡേഴ്സ് പേഴ്സണൽ ബയസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് ഓവർ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ്? എന്താണ്? ഡയറക്റ്റ് അലൈൻമെൻറ്റ് വിത്ത് സ്പെസിഫിക് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ക്യുമുലേറ്റീവ് റെക്കോർഡ് ഇൻ എ സ്കൂൾ സെറ്റിംഗ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ക്യുമുലേറ്റീവ് റെക്കോർഡ് വായിച്ചിരിക്കണം. ഇത് 2-3 പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആൻസർ, ടു പ്രൊവൈഡ് എ ലോഞ്ചിറ്റ്യൂഡിനൽ ഹിസ്റ്ററി ഓഫ് എ സ്റ്റുഡൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. ഇനി 15ാമത്തെ ചോദ്യം, which of these evaluation methods is most effective for assessing practical skills? ഏതാണ്? പെർഫോമൻസ് ടെസ്റ്റ് തന്നെയാണ്. ഇൻ ദ ഗ്രേഡിംഗ് സെക്ഷൻ വാട്ട് ഈസ് എ പ്രൈമറി ഡിമെറിറ്റ് ഓഫ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്? ആൻസർ, ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ വേരിയേഷൻസ് ഇൻ ദ ഡിഫിക്കൽറ്റി ഓഫ് ടെസ്റ്റ്സ് അക്രോസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഗ്രേഡിംഗ് സെക്ഷൻ്റെ ഭാഗം നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 17ാമത്തെ ചോദ്യം, which term describes the process of observing and assessing the frequency of specific student behaviors using a predefined scale? ആൻസർ, റേറ്റിംഗ് സ്കെയിൽ ആണ് കേട്ടോ. ഓക്കെ, 18ാമത്തെ ചോദ്യം, when a teacher creates a portfolio for a student what is the most important element to include for effective evaluation? ഏതായിരിക്കും? ആൻസർ, എവിഡൻസ് ഓഫ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്, റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് ഇവാലുവേഷൻ. വാട്ട് ഡസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ ഫീഡ്ബാക്ക് കളക്ഷൻ എയിം ടു അച്ചീവ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഫോർ ഫീഡ്ബാക്ക് കളക്ഷൻ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. ആൻസർ, ensuring systematic review and improvement of the teaching learning process. Okay, last question, which of the following would be classified as a
ടെർമിനൽ ഇവാലുവേഷൻ ടൂൾ. ടെർമിനൽ ഇവാലുവേഷൻ ടൂൾ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് നോക്കിക്കോളൂ. ആൻസർ എ ബോർഡ് എക്സാമിനേഷൻ കണ്ടക്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് അല്ലേ? ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവാലുവേഷൻ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.